നിങ്ങൾ ചിന്തിക്ക് സഹോദരങ്ങളെ, വർഷങ്ങളായി നിങ്ങളുടെ ഉസ്താദുമാർ നിങ്ങളെ ചതിക്കുകയാണ്. നാദാപുരത്ത് അത് ആവർത്തിക്കപ്പെട്ടില്ലേ? നാദാപുരത്ത് അത് ആവർത്തിച്ചു പറയപ്പെട്ടില്ലേ? ആളുകൾ വഞ്ചിക്കപ്പെട്ട കഥകളല്ലേ ഇത്? ഇനി അടുത്ത വാചകം കേട്ടോളൂ. അള്ളാഹുവിന്റെ ദാസൻ എന്നർത്ഥം വരുന്ന അബ്ദുള്ള എന്ന് പേര് വിളിച്ച അതുകൊണ്ടാ. അതുപോലെ 6-ാം നൂറ്റാണ്ടിലെ അറേബ്യൻ സാഹിത്യ സാമ്രാട്ടുക്കളായ കവികളും അവരുടെ കവിതാ ശകലങ്ങളുടെ പ്രാരംഭത്തിൽ സത്യം ചെയ്യുന്നതിനും ശുഭലക്ഷണത്തിനും വേണ്ടി അല്ലാഹു എന്ന് ചേർക്കാറുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കവിത സ്വീകാര്യമല്ലെങ്കിലും റസൂലുള്ള ജനിച്ചു എന്നറിഞ്ഞപ്പോ അൽഹംദുലില്ലാഹില്ലദീ അഅതാനി ഹാദൽ ഉലമാ ത്വയ്യിബൽ അർദാനി, പടച്ച തമ്പുരാനെ, ഈ കാബത്തിന്റെ നാഥാ, നീ എനിക്കൊരു ഓമനപുത്രന് നൽകിയത് പടച്ച തമ്പുരാനെ നിനക്കാണ് സ്തുതി എന്ന് അബ്ദുൽ മുത്തലിബ് പറഞ്ഞതായി ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുകയാണ്. മുഹമ്മദ് നബി ജനിച്ചപ്പോ ആ കുഞ്ഞിനെ വാരിയെടുത്ത് കാബത്തിൽ ചെന്നിട്ട്, ഈ കാബത്തിന്റെ നാഥ, സുന്ദരനായ ഒരു കുട്ടി എനിക്ക് നൽകിയ നിനക്കാണ് സ്തുതി. ഈ നാട്ടില് ഭാസ്കരൻ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ നമുക്ക് ഞെട്ടണോ? മുഹമ്മദ് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ നമ്മൾ ഞെട്ടണോ? മുഹമ്മദ് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കും അതൊരു മുസ്ലിമാണ്. ഇതേ കാര്യം അബ്ദുൽ മുത്തലിബുൻ ചൊല്ലി മുസ്ലിമാണോ? ഇതേ കാര്യം അൽഹംദുലില്ലാഹില്ലദീ അഅതാനി ഹാദൽ ഉലമാ ത്വയ്യിബൽ അർദാനി. നോക്ക്, നിങ്ങൾ അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. സംസം കിണർ മൂടിപ്പോയ ഒരു ഘട്ടത്തിൽ അത് കുഴിച്ചുകൊണ്ടിരിക്കവേ സംസം കിണറിൽ നിന്ന് പുറത്തേക്ക് വെള്ളം ചീറ്റിയപ്പോ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് അബ്ദുൽ മുത്തലിബ് പറഞ്ഞു. സഹോദരാ, ഇവിടെ വിഷയം വളരെ ഗൗരവമാണ്. നേരം പുലരുന്നവരെ മലിക്കുൽ ജബ്ബാറായ റബ്ബിനെ കുറിച്ച് അവരെ മനസ്സിലാക്കിയത് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, റസൂല് 40-ാമത്തെ വയസ്സിലാണ് നുബൂവത്ത് കിട്ടിയത് എന്നത് സത്യമാണല്ലോ. ആ ഇറാ ഗുഹയിൽ നിന്ന് ഓടി ഖദീജ എന്നെ പുതപ്പിട്ട് മൂടുക എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് കയറി വന്ന് പുതപ്പിട്ട് കൊടുത്തിട്ട് റസൂലാണോ എന്നറിയില്ല, നബിയായി തെരഞ്ഞെടുത്തോ അറിയില്ല, അതൊന്നും അവിടെ നടന്നിട്ടില്ല. വഹി വന്നു, അതിന്റെ നിജസ്ഥിതി പോലും റസൂലിനറിയില്ല. അങ്ങനെ പുതച്ചു കിടക്കുമ്പോ റസൂലിനോട് ഭാര്യ പറയുകയാണ്. ഏതാണ് ഈ ഭാര്യ? റസൂലുള്ള ആദർശം പഠിപ്പിച്ചിട്ടില്ല, തൗഹീദ് പഠിപ്പിച്ചിട്ടില്ല, അല്ലാഹുവിന്റെ ഗുണവിശേഷങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. ആ ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, എന്ത്? അല്ലാഹുവാണേ സത്യം, അല്ലാഹു നിങ്ങളെ കുഴക്കുകയില്ല. കാരണം അങ്ങ് പാവപ്പെട്ടവരെ സഹായിക്കുന്നവനാണ്, കഷ്ടപ്പെടുന്നവന്റെ ഭാരം ചുമക്കുന്നവനാണ്. നിങ്ങൾ ചിന്തിക്കണേ, കഷ്ടപ്പെടുന്ന ത്യാഗമനുഭവിക്കുന്നവനെ സംരക്ഷിക്കൽ പടച്ചോന് ഇഷ്ടാണ് എന്ന നോളജ് ഖദീജ ബീവിക്ക് എവിടുന്ന് കിട്ടി? സമസ്തക്കാരെ, ഞാൻ ഒന്നും കൂടി പറഞ്ഞോട്ടെ. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഈമാൻ ഉൾക്കൊണ്ട് സ്വർഗത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരൊറ്റ സമസ്തയിലുള്ളവനും ഇന്ന് രാത്രി മുജാഹിദ് ആദർശം ഈ പറയുന്നത് സ്വീകരിക്കല്ല, നിങ്ങൾക്ക് വേറെ രക്ഷല്ല, അല്ലെങ്കിൽ നരകം ഉറപ്പാണ്. തൗഹീദ് എന്ന വിഷയത്തിൽ മുജാഹിദ് പ്രസ്ഥാനം പറയുന്നത് നിങ്ങൾ സ്വീകരിച്ചില്ല എന്ന് വെക്കുക, നഷ്ടം ഞങ്ങൾക്കൊന്നുമില്ല, നിങ്ങൾക്കാണ് നഷ്ടം. ഞാൻ പറഞ്ഞ എനിക്ക് ഈ തെളിവ് മാത്രം 50 പോയിന്റാണ് ഈ വിഷയത്തിലുള്ളത്. ഇത് മാത്രം ഞാൻ പറഞ്ഞത് 50 ഖുർആനിക വചനങ്ങൾ, പിന്നെ ഹദീസുകൾ, ചരിത്രങ്ങൾ, അല്ലേ? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് അവരുടെ തൽബിയത്തായിരുന്നല്ലോ. ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. പടച്ചോനെ, നിനക്കൊരു പങ്കുകാരുമില്ല, പക്ഷെ നിനക്ക് ചില രൂപത്തിലുള്ള ചില കൂറുകാരുണ്ട്. ആ കൂറുകാരുടെ പ്രത്യേകത എന്താ? ഹുവ ലക തംലികുഹു വമാ മലക. അവരൊക്കെ നിന്റെ തന്നെ, നീയാണ്. അവർക്ക് എന്തൊക്കെ കഴിവുണ്ട് അതൊക്കെ ഉടമപ്പെടുത്തിയവൻ നീയാണ്. അവർക്ക് സ്വന്തമായിട്ട് ഒരു കഴിവില്ല എന്ന് വിശ്വസിച്ചവരാണ് ആര്? ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹജ്ജിലെ തെൽബിയത്തിനെ പറ്റി പ്രിയപ്പെട്ടവരെ, മണ്ണാർക്കാട് മുഖാമുഖത്തിൽ 9 മണിക്കൂറോളം നീണ്ടുനിന്ന സംവാദത്തിൽ ആവർത്തിച്ച് മുജാഹിദ് പണ്ഡിതന്മാർ ചോദിച്ചിട്ട്
ആ തൽബിയത്തിനെ കുറിച്ച് കമാ എന്നൊരക്ഷരം അന്ന് പറഞ്ഞില്ലെന്ന് മാത്രമല്ല, ശേഷം അനവധി നടന്നു പറഞ്ഞില്ല. ഈ കഴിഞ്ഞ ആഴ്ച പോലും നടന്നു പറഞ്ഞില്ല. പറയാൻ കഴിയില്ല. അവരുടെ തൽബിയത്തിൽ അവരെന്താ പറഞ്ഞത്? പടച്ചോനെ, ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കണേ, നിനക്ക് പങ്കുകാരില്ല നാഥ. പിന്നെന്താ, നിനക്ക് ചില കീഴിലുള്ള ചില ആളുകളുണ്ട്, അവരുടെ പ്രത്യേകം എന്താ? അവർക്ക് സ്വന്തമായിട്ട് കൈവില്ല നീ കൊടുത്ത. സമസ്തക്കാരിൽ പെട്ട പാപം പിടിച്ച എന്റെ പൊന്നു മുസൽമാനെ, എന്റെ മുത്തു മുസൽമാനെ, നീ പറയണെന്താ? നിന്റെ ഉസ്താദ് പറയണെന്താ? അല്ലാഹ് കൊടുത്ത കഴിവ് അതിനാ ചോദിക്കണത് അല്ലേ? അത് വിശ്വസിച്ച മക്കത്തെ അബൂജഹൽ എങ്ങനെടോ ബദറിൽ മരിച്ച് മുശ്രിക്കായത്? ചങ്ങായി, എന്താ നിങ്ങളോട് പറയേണ്ടത്? ഞാൻ എന്റെ സഹപ്രവർത്തകരോട് ചോദിക്കുന്നുണ്ട്, ഞാൻ പറയുമ്പോ കുറച്ച് കൂടിപ്പോണ്ട് നിങ്ങൾക്ക് തോന്നണ്ടോ? ചങ്ങായിമാരെ, വിഷയം ഹൃദയത്തിൽ ഇറങ്ങിയത് കൊണ്ടാണ്, വിഷയം അപാരമായി ഹൃദയത്തിൽ ഇറങ്ങിയത് കൊണ്ടാണ്, അല്ലാതെ പറയാൻ കഴിയില്ല. അതുകൊണ്ടാ പറയണത്. അത്ഭുതമാണ്. ഓരോ സെക്കൻഡിലും മരിച്ചോണ്ടിരിക്കല്ലേ മനുഷ്യര്. കാഫിർ മുശ്രിക്കായിട്ട് മരിക്കണേല് വലിയ സങ്കടമില്ലാത്ത ജമാഅത്തെ ഇസ്ലാമിക്കല്ലാതെ ആർക്കുള്ളത്? അതല്ലേ ശാഖാവരെന്ന് അവർ പറഞ്ഞു. നമുക്കത് പറയാൻ പറ്റുമോ? നമുക്കത് പറയാൻ പറ്റില്ല. ഏത് ഒരു മനുഷ്യൻ നരകത്തിലേക്ക് പോലെ ശാഖാവര ആണോ? ഞങ്ങൾക്ക് ശാഖാവരായിട്ട് തോന്നില്ല. തൊലി അല്ലെ, തലയോട്ടി വരെ ഉരിച്ചു കളയുന്ന തീജ്വാല നിങ്ങൾക്ക് നിസാര. ഒരു തീപ്പെട്ടിക്കൊള്ളിന്റെ ചൂട് താങ്ങാൻ പറ്റില്ലല്ലോ മനുഷ്യ. പിന്നെ എങ്ങനെ മനുഷ്യ? നരകവും നരകത്തിൽ മനുഷ്യനും ഇന്ധനം കത്തിക്കപ്പെടുന്ന, അല്ലെങ്കിൽ കല്ലും കത്തിക്കപ്പെടുന്ന, അത് ഇന്ധനമായി മാറ്റപ്പെടുന്ന നരകത്തെ എങ്ങനെ മനുഷ്യ ലാഘവത്തോടെ കാണാൻ കഴിയുന്നത്? സഹോദര, മുജാഹിദ് പ്രസ്ഥാനം എന്തോ പറയുന്നത്? ഇപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഒരു ഹൈന്ദവ സഹോദരനോട് ഞാൻ ചോദിച്ചു പഠിച്ച കാര്യം പറയുന്നത്, തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. നിങ്ങൾ ചോദിച്ചു നോക്കൂ, ഗുരുവായൂരപ്പൻ അല്ലെങ്കിൽ പിശാരിക്കാവിലെ അമ്മ, ആ അമ്മ ലോകത്തിന്റെ സൃഷ്ടാവാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു ഹിന്ദു ഞങ്ങളൊന്ന് ഹാജരാക്കി സ്റ്റേജിൽ. എന്റെ പ്രസംഗം കഴിയുന്നതിന് മുമ്പ് ഞാൻ സമസ്തയെ ചെയ്തു. ഗുരുവായൂരപ്പൻ ആകാശഭൂമികളെയും സൂര്യചന്ദ്രന്മാരെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അജയ്യനും അനുപമനും അദ്വിതീയനും അപ്രാപ്യനും പ്രപഞ്ചാതീതനും പരമകാരുണ്യകനുമായ സൃഷ്ടാവാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു ഹിന്ദുവിനെ നിങ്ങൾ ഇവിടെ ഹാജരാക്കണം. സാധ്യല്ല. ഞാൻ സന്യാസിമാരോട്, ഗുരു നമ്മുടെ സ്വാമി ചിദാനന്ദപുരി അടക്കമുള്ളവരുടെ പ്രസംഗം വേണമെങ്കിൽ ഞാൻ ക്ലിപ്പിംഗ് ആയിട്ട് നിങ്ങൾക്ക് അടുത്ത ചാൻസിൽ ഇട്ട് തരും, അവരുടെ പ്രസംഗം. ഇനി അവരുടെ ആധികാരിക ഗ്രന്ഥം പോലും പറയുന്നത് എന്തറിയോ? ഇത് നിങ്ങൾക്ക് മനസ്സിലാണ്. ഈ വള്ളിയോത്ത് എന്റെ പ്രസംഗം കേൾക്കുന്ന സമസ്തയിലെ സാധാരണക്കാരായ ജനങ്ങളൊരു യുവാക്കളോട് നിങ്ങൾക്ക് എന്നെ വന്ന് കാണാം. ഈ പ്രസംഗം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശാന്തമായി എന്നെ കാണാം. അല്ലാതെ ഇങ്ങനെ അവിടെ തൊട്ടടുത്ത നിങ്ങൾക്ക് വരാം. പക്ഷേ നിങ്ങൾ ഒരൊറ്റ കാര്യം ശ്രദ്ധിക്കൂ, ഈ വിഷയത്തിൽ മാത്രം. നിങ്ങൾ ഈ നാട്ടിലെ അമുസ്ലിങ്ങളോട് ഗുരുവായൂരപ്പൻ ലോകത്തിന്റെ സൃഷ്ടാവാണ്, സ്വയം പര്യാപ്തതയുള്ള ദൈവമാണെന്ന് അവർ വിശ്വസിക്കുന്നു. ഇപ്പൊ ചോദിച്ചോ, തൊട്ടടുത്ത് നിൽക്കുന്നോ ഭാസ്കരേട്ട, സന്തോഷുണ്ടോ അല്ലെങ്കിൽ രവി ഉണ്ടോ ഒന്ന് ചോദിച്ചു നോക്കി. നിങ്ങൾ ഇപ്പൊ ചോദിച്ചിട്ട് അവര് പറയട്ടില്ല എന്ന്, അപ്പൊ എന്റെ പ്രസംഗം പൊളിയല്ലോ. നിങ്ങൾക്ക് സാധ്യമല്ല. എന്നാ അവരെന്താ പറയുന്നത്? അവരെന്താ പറയുന്നത്? അവർ പറയുന്നത് സമസ്ത പറയുന്ന അതേ കാര്യം. അവര് പറയുന്നത് സമസ്ത പറയുന്ന അതേ കാര്യം. സമസ്ത എന്താ പറയുന്നത്? സമസ്ത പറയുന്നത് മൊയ്തീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹിക്ക് സ്വന്തമായി കഴിവില്ല, സ്വയം പര്യാപ്തതയില്ല, അസ്സമദ് എന്ന അദ്ദേഹത്തെ പറ്റി പറയാൻ പറ്റില്ല, അത് അല്ലാഹ് മാത്രം. പിന്നെ ഷെയ്ഖ് മുഹിദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി എന്തെങ്കിലും കാണുകയോ കേൾക്കുകയോ തരികയോ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലാഹ് കൊടുത്തതാണ്. ശരി, എത്ര ദേവീ ദേവന്മാരുണ്ടെന്ന് അവർ പറയുന്നത് ഹൈന്ദവ സഹോദരങ്ങള്. ഏതെങ്കിലും ഒരു ദേവി ഈശ്വരനെ പോലെ സ്വയം പര്യാപ്തതയുള്ള ദൈവമാണെന്ന് ഏതെങ്കിലും ഒരു ഹിന്ദു പണ്ഡിതൻ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. അവരെന്താ പറയുന്നറിയോ? ഒരു ദേവിക്കും ഒരു ദേവനും സ്വന്തമായി കഴിവില്ലെന്ന് മാത്രമല്ല, ഒരു പുൽക്കൊടി അവർ പറയാണ്, ഒരു പുൽക്കൊടി ചലിക്കണമെങ്കിൽ, അവർക്ക് ചലിപ്പിക്കാൻ കഴിയണം, നീക്കണമെങ്കിൽ പടച്ചോൻ കൈകൊടുക്കണോ? നിങ്ങൾ പറയും. ഈ വിശ്വാസം വെച്ച് പുലർത്തുന്ന ബാലനും ഈ വിശ്വാസം വെച്ച് പുലർത്തുന്ന ബഷീറും അവരുടെ വിശ്വാസത്തെ പറ്റി എന്താണ് സമസ്തക്ക് പറയാറുള്ളത്? ഇത് ഇങ്ങോട്ട് ബഡായി പറയാ, കേട്ടോളൂ. ഇതെന്താണെന്നറിയോ? ഹൈന്ദവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ വരാം. ഇത് ഉപനിഷത്ത് സർവസ്വം എന്ന് പറയുന്ന 108 സുപ്രധാനമായ ഉപനിഷത്തുക്കളെ കുറിച്ചുള്ള ആകത്തുകയാണ് ഈ പുസ്തകം. കേരളത്തിലെ ഏറ്റവും ആധികാരിക പണ്ഡിതന്മാർ എഴുതിയിട്ടുള്ള നാരായണ പിഷാരടി എന്ന KP നാരായണ പിഷാരടി, അദ്ദേഹത്തെ അറിയാത്ത ആരുമില്ല.
ഇതിന് അവതാരിക എഴുതിയിട്ടുള്ള, ഇതിന് ആമുഖം കുറിച്ചിട്ടുള്ള പല സ്വാമിമാരും കേരളത്തിൽ അറിയപ്പെട്ട സ്വാമിമാരാണ്. ഞാനൊന്ന് വായിക്കാം. എന്തിനത് വായിക്കണത്? എന്തിനാ ഇപ്പൊ ഹിന്ദുക്കളുടെ ഹൈന്ദവ ഗ്രന്ഥം ഉദ്ധരിക്കുന്നത്? ഈ ഗ്രന്ഥം ഉദ്ധരിക്കുന്നത് സമസ്ത ഈ വിഷയത്തിൽ എന്താണോ വിശ്വസിച്ചത് അതേ അവരും വിശ്വസിച്ചിട്ടുള്ളൂ. എങ്കിൽ പറയൂ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ കോടാനുകോടി ഹൈന്ദവരെയും കൂടെ പങ്കെടുപ്പിച്ചാൽ ഉഷാറായില്ലേ, സന്തോഷമില്ലേ? എത്ര നമ്മുടെ ഇടക്കലുള്ള തല്ലൊക്കെ അവസാനിക്കും. കേട്ടോളി, വായിച്ചങ്ങോട്ട് കേൾപ്പിച്ചേരാ. ഇല്ല നിങ്ങൾ നിഷേധിക്ക്, അപ്പൊ നമുക്ക് അടുത്ത വാചകം നോക്കാം, ബാക്കി കാര്യങ്ങൾ നോക്കാം. എന്തായിരുന്നാലും ഒരു കാര്യങ്ങൾ ഓർച്ചോളി, ഇത് പ്രസംഗം അവസാനിക്കുമ്പോഴേക്ക് സത്യാന്വേഷിയായിട്ടുള്ള ഒരാൾക്ക് നാളെ എന്നെ കാണാകൊണ പറയാൻ പറ്റില്ല.